മൊഡ്യൂൾ 3-ഉം 4-ഉം പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ? 3-ഉം 4-ഉം പെട്ടെന്ന് തീർക്കണം. ഡിജിറ്റലില്ല. നമുക്ക് നോക്കാം. ഇന്ന് ഞാനിപ്പോ ഇത് എടുക്കാം. അടുത്ത ദിവസം മുടക്കല്ലേ, പകലൊക്കെ വെച്ചിട്ട് നമുക്ക് 3-ഉം 4-ഉം സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ക്യാമാപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ആൻഡ് ഗേറ്റ് ഓറ് നോട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. നാൻഡും നോറും പറഞ്ഞായിരുന്നു. ആൻഡിന്റെ ഓപ്പോസിറ്റ് നോട്ട്, ആൻഡിന്റെ കൂടെ നോട്ട് ചേരുമ്പോഴാണ് നമുക്ക് നാൻഡ് കിട്ടുന്നത്. ഓറിന്റെ കൂടെ നോട്ട് ചേരുമ്പോൾ നമുക്ക് നോറ് കിട്ടുന്നത്. അപ്പൊ ആൻഡിന്റെ നെഗറ്റീവ് ഫങ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നാൻഡ് കിട്ടും. ഓറിന്റെ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോറ് കിട്ടും. അപ്പൊ അതിന്റെ ഫിഗർ ആണ് വന്നിട്ടുള്ളത് ഇവിടെ. ഇത് ആൻഡിന്റെ കേസ്, ഓറിന്റെ കേസാണ്. ഓർ കൊടുത്തു. ഈ ഫിഗറിൽ ഓറിന്റെ ഫിഗർ വന്നു. അതിൽ കൂടെ നോട്ട് ഫംഗ്ഷൻ, അതായത് ബബിൾ 0 കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് നോട്ടായി. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ആൻഡിന്റെ കൂടെ ഇൻവെർട്ടർ ഫംഗ്ഷൻ ഇട്ടുകൊണ്ട് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇതാണ് നോർ ഗേറ്റ് എന്ന് പറയുന്നത്. നോട്ട് പ്ലസ് ഓർ കൂടുമ്പോഴാണ് നോർ ഗേറ്റ് വരുന്നത്. അതുപോലെ നോട്ട് പ്ലസ് ആൻഡ് കൂടുമ്പോൾ നോട്ട് ഗേറ്റ് വരും. നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നോർ ഗേറ്റും ആൻഡ് ഗേറ്റും നമ്മൾ അതിന്റെ കോമ്പിനേഷൻ ആണ് നമുക്ക് ബാക്കിയുള്ള ഗേറ്റുകൾ നമ്മൾ ഫോം ചെയ്തത്. ഈ നോറും നാൻഡും കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നാൻഡും നോറും കൂടി ചേരുമ്പോൾ നമുക്ക് അതിന്റെ അത് വെച്ചിരുന്ന് നമുക്ക് കോമ്പിനേഷൻ ആയിട്ട് അടുത്ത ടേബിൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ടാണ് അതിനെന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓർ ഗേറ്റിന്റെ പ്രത്യേകത നോക്കിയാൽ, ഓർ ഗേറ്റില് നേരെ ഓപ്പോസിറ്റ് എന്താണോ നമുക്ക് ട്രൂത്ത് ടേബിൾ ഉണ്ടായിരുന്നു, ഓറിന് ട്രൂത്ത് ടേബിൾ ഉണ്ടായിരുന്നു, അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നോർ വരെ. അതായത് ഇവിടെ നമുക്ക് 0 വെച്ച് കൊടുക്കും. 0 ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അതിൽ ഏതെങ്കിലും ഒന്ന് 0 വരുന്ന സമയത്ത് ഔട്ട്പുട്ട് ലോ ആയിരിക്കും. അതാണ് ഈ കണ്ടീഷനും ഈ കണ്ടീഷനും. രണ്ട് ഔട്ട്പുട്ടും ഹൈ ആവുമ്പോൾ റിസൾട്ട് ലോ ആയിരിക്കും. അപ്പൊ ആദ്യം വരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ട്രൂ ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. രണ്ട് ലോ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇതാണ് അതിന്റെ ട്രൂത്ത് ടേബിൾ. ട്രൂത്ത് ടേബിൾ നോക്കിയാൽ ട്രൂത്ത് ടേബിളിൽ 0 കൊടുക്കുമ്പോൾ നമുക്ക് 1 കിട്ടും. 0-യും 1-ഉം വരും 0 വരും. 1-ഉം 0 വരും 0 വരും. 1-ഉം 1-ഉം വരുമ്പോൾ 0 വരും. അപ്പൊ ഇത് പ്രത്യേകം എന്ന് വെച്ചാൽ ഓർ ഗേറ്റിന് നെഗറ്റീവ് ആണ്. ഓർ ഗേറ്റ് വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഓർ ഗേറ്റ് എന്ന് പറയുമ്പോൾ 0 കൊടുക്കുമ്പോൾ മാത്രമേ 0 വന്നിരുന്നുള്ളൂ അല്ലെ? ഈ ഒരു ഓർ ഗേറ്റില് നമുക്കിവിടെ 0 കൊടുക്കുമ്പോൾ നമുക്ക് 0 വരും ഓർ ഗേറ്റ്. ബാക്കി എല്ലാ റിസൾട്ടും 1 ആയിരുന്നു. ഇതിന്റെ നെഗേഷൻ എടുക്കണമെന്ന് പറഞ്ഞാൽ ഈ 0ന്റെ നെഗേഷൻ 1, E1ന്റെ നെഗേഷൻ 0, E1ന്റെ 0, E1ന്റെ 0. ഇതായിരിക്കും നമ്മുടെ എന്തിന്റെ റിസൾട്ട്, നോറിന്റെ റിസൾട്ട്. കണ്ടോ? സിമ്പിളാണ്. ഏതെങ്കിലും ഒരെണ്ണം ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും അല്ലേ? ഹൈ ആയിരിക്കും. അതാണ് ഓർ ഗേറ്റ്. അപ്പൊ അതിന്റെ ആ കിട്ടുന്ന റിസൾട്ടിന്റെ ഓപ്പോസിറ്റ് എടുക്കുക. അതിന് നെഗേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിരിക്കും. അത് നോറാണ്. അപ്പൊ ഓപ്പോസിറ്റ് എടുക്കുമ്പോൾ ഇതിന്റെ ഇൻവെർട്ടർ എടുത്താൽ മതി. ഇപ്പൊ 0 കൊടുക്കുമ്പോൾ 1 ആവും, 1 കൊടുക്കുമ്പോൾ 0 ആവും, 1 കൊടുക്കുമ്പോൾ 0 ആവും, 1 കൊടുക്കുമ്പോൾ 0 ആവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നോറ് കിട്ടി. ഇപ്പൊ ഓപ്പോസിറ്റ് ആയിരുന്നു ആന്റി ഗേറ്റ്. ആന്റി ഗേറ്റിന്റെ പ്രത്യേകത 0 കൊടുക്കുമ്പോൾ 0 ആയിരിക്കും. ബാക്കി ഏത് കൊടുത്താലും 0 തന്നെയാണ്. 1 വരുമ്പോൾ മാത്രമേ 1 വരുള്ളൂ. അപ്പൊ ഇതിന്റെ നാൻഡ് എങ്ങനെ വരും? നാൻഡ് എന്ന് പറയുമ്പോൾ എന്തായി? ഇതിന്റെ ഓപ്പോസിറ്റ്, ഈ കിട്ടിയ റിസൾട്ടിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ 0 ഉള്ളിടത്തൊക്കെ എന്തായി? 1 ആയി 1 കൊടുത്ത് 0. ഇതായിരുന്നു നാൻഡ് ഗേറ്റ്. ഈ നാൻഡും നോറും കൂടി പല ഗേറ്റുകളുടെ കോമ്പിനേഷൻ ആണ് നാൻഡും നോറും വരുന്നത്. അപ്പൊ ഇത് അങ്ങനെ ഒരു കോമ്പിനേഷൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഈ നോറും നാൻഡും ഉപയോഗിച്ചുകൊണ്ട് പല കോമ്പിനേഷൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ കോമ്പിനേഷൻ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ. ഇവിടെ നോക്കി ഒരു ഓർ ഗേറ്റ് കൊടുത്തു. അതിന് നെഗറ്റീവ് ആൻഡ് ഗേറ്റ് എടുക്കാം. അല്ലെങ്കിൽ ഓർ ഗേറ്റ് അത് ഈക്വൽ ആണ്. അതായത് ഓർ ഗേറ്റിന്റെ നോട്ട് ഈക്വൽ ആണ് ആൻഡ് ഗേറ്റിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഈക്വൽ ആണെന്ന് പറയുള്ളൂ. ഓർ ഗേറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന ഇങ്ങനെ വരും. A+B. ആ ഒരു ഫോമിലാണ് ഓർ ഗേറ്റ് റെപ്രസെന്റ് ചെയ്യുന്നപ്പോഴും ഈ എക്സ്പ്രഷൻ ആണ് X is equal to A+B ഹോൾ ഫോമിൽ. A+B ആയിരുന്നു നമ്മുടെ ഓർ എന്ന് പറയുന്നത്. അതിന്റെ ഹോൾ കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നോർ കിട്ടി. അതുപോലെ ആൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോൾ A × B ആയിരുന്നു. അതിന്റെ നെഗേഷൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടി? നാൻഡ് കിട്ടി.
ഓക്കെ ആണത്. അതിന്റെ ട്രൂത്ത് ടേബിൾ ആണ് വന്നേക്കുന്നത്. അപ്പൊ സീറോ നമുക്ക് സീറോ സീറോ ചെയ്യുമ്പോൾ നമുക്ക് സീറോ കിട്ടും. സീറോനെ നെഗറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് 1 കിട്ടും. അതുപോലെ 0+1 ചെയ്യുമ്പോൾ 1 കിട്ടും. അതിന്റെ ഇൻവെർട്ടർ എടുക്കുമ്പോൾ 0 വരും. അതുപോലെ 1+0 ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. അതിന്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ 0 വരും. 1+1 ചെയ്യുമ്പോൾ 1 കിട്ടും. അതിന്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ 0 കിട്ടും. ഇതാണ് അതിന്റെ ട്രൂത്ത് ടേബിൾ, നോർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ. അപ്പൊ ഇതിന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെ വരയ്ക്കുക, ഇതിന്റെ എക്സ്പ്രഷൻ എങ്ങനെ വരാം, ഇത് മാത്രമേ ഇതിന് ആവശ്യമുള്ളതേ ഉള്ളൂ. ബാക്കിയുടെ നോട്ടിൽ പറഞ്ഞിട്ടുള്ള കേസുകളാണ് കാട്ടുന്നത് കേട്ടോ. സിമ്പിൾസ്. ഇനി വരുന്നത് എക്സ്പ്ലോർ ഗേറ്റ് ആണ്. exclusive or and exclusive NOR gate. Exclusive or and exclusive NOR gate. അപ്പൊ exclusive OR gate എങ്ങനെ വരാം? exclusive OR എന്ന് പറയുമ്പോൾ XOR ആണ് exclusive OR gate. ഇതിൽ നോക്കിയാൽ ഇത് നേരത്തെ OR gate നമുക്കറിയാം. അതിന്റെ കൂടെ ഒരു ഹാഷ് കാര്യങ്ങൾ യൂസ് ചെയ്ത് ഒരു സിംബിളുകൾ കൂട്ടിയിട്ട് നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? XOR ആയി. എയും ബിയും കിടത്തില്ല. ഇതാണ് XORന്റെ ഡിസ്ട്രിബ്യൂഷൻ സിമ്പിൾ ഷേപ്പ് ഇങ്ങനെ വരാം. അതുപോലെ ഇതെങ്ങനെ വരാമോ? ഒരു എക്സ്ക്ലൂസീവ് ഓർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് എക്സ് ഈസ് ഹൈ ആണെന്നുണ്ടെങ്കിൽ, ഔട്ട്പുട്ട് എക്സ് ഹൈ ആണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് എ എന്ന് പറയുന്നത് ലോ ആയിരിക്കണം. അതുപോലെ ഇൻപുട്ട് ബി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കണം. അതുപോലെ ഇൻപുട്ട് എ എന്ന് പറഞ്ഞാൽ ഹൈ ആയിരിക്കണം, ഇൻപുട്ട് ബി എന്ന് പറയുന്നത് ലോ ആയിരിക്കണം. ആ സമയത്ത് അതിന്റെ റിസൾട്ട് ഹൈ ആയിരിക്കും. അതുപോലെ എക്സ് ഈസ് ലോ, എ ആൻഡ് ബി ആർ ബോത്ത് ഹൈ ആയിരിക്കും. അതായത് ഈ ഫിഗറൊക്കെ നോക്കാം. അപ്പൊ നിങ്ങൾ ചെയ്യണം. അതായത് രണ്ട് ഔട്ട്പുട്ടും ഓപ്പോസിറ്റ് വരുന്നത് എപ്പോഴാണോ അപ്പോഴാണ് റിസൾട്ട് എന്ന് പറയുന്നത് ട്രൂ ആവുന്നത്. സെയിം സെയിം ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ലോ ആയിരിക്കും. സെയിം വരുന്നത് രണ്ടും സീറോ വരുന്ന കേസ് അവിടെ ലോ ആയിരിക്കും. രണ്ടും ഹൈ ആവുന്ന കേസ് ലോ ആയിരിക്കും. ഓപ്പോസിറ്റ് സീറോയും 1ഉം വരുമ്പോൾ ഹൈ ആയി, 1ഉം 0 വരുമ്പോൾ ഹൈ. ഫസ്റ്റ് നോക്കിയേ, 0 കൊടുക്കുന്ന സമയത്ത് അത് 0 ആയി, 0യും 1 കൊടുക്കുന്ന സമയത്ത് 1 ആയി, 1 0 കൊടുക്കുന്ന സമയത്ത് 1 ആയി, 1 1 കൊടുക്കുന്നത് 0. അതായത് ഡിഫറന്റ് ഇൻപുട്ടുകൾ കൊടുക്കുമ്പോൾ റിസൾട്ട് ഹൈ ആയിരിക്കും, സെയിം ഇൻപുട്ടുകൾ കൊടുക്കുമ്പോൾ റിസൾട്ട് ലോ ആയിരിക്കും. ക്ലിയർ ആണ് ടീച്ചറുകൾ? ക്ലിയർ. അതാണ് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ്. ഇനി എക്സ്ക്ലൂസീവ് നോർ ഗേറ്റ്. നോർ എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ്, അതിന്റെ കൂടെ എന്ത് വരും? നോട്ട് വരും. അതായത് എക്സ് ഓർ ആയിരുന്നു നമ്മൾ പറയുന്നത്, അതിന്റെ കൂടെ ഒരു നോട്ട് ഗേറ്റ് കൂടി വന്നാൽ എന്തായി? എക്സ് നോർ ആയി. അപ്പൊ നോക്കിയേ, ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ എക്സ് ഇതേപോലെ ആയിരുന്നു, എക്സ് ഓർ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് ഇതേപോലെ ആയിരുന്നു. അതിന്റെ കൂടെ നമ്മൾ നോട്ട്, അതായത് ബബിളിന് കൊടുത്തു കഴിഞ്ഞാൽ നോട്ടായി. അപ്പൊ നമുക്കത് എക്സ് നോർ ഗേറ്റ് ആയി. എക്സ് നോർ ഗേറ്റ് ഡെഫിനേഷൻ വരുന്നത് എങ്ങനെ വരാമെന്ന്, വാല്യൂസ് എങ്ങനെ വരാമെന്ന് വെച്ചാല്, NOR gate, X NOR gate എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഓഫ് എക്സ് ഈസ് ലോ ആൻഡ് ഇൻപുട്ട് എ ഈസ് ലോ ആൻഡ് ഇൻപുട്ട് ബി ഈസ് ലോ. ഔട്ട്പുട്ട് ലോ ആവുന്ന സമയത്ത് ഇൻപുട്ട് എയും ബിയും ലോ ആയിരിക്കും. എ ഈസ് ലോ ആൻഡ് ബി ഈസ് ഹൈ ആയിരിക്കും. നോക്കിയിട്ട് പറയാം. നേരത്തെ കൊടുത്തതിന്റെ ഓപ്പോസിറ്റ് സെയിം ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. രണ്ടുപേർക്കും സെയിം ഹൈ. ഓപ്പോസിറ്റ് ഡിഫറന്റ് ആയിട്ടുള്ള ഇൻപുട്ട് കൊടുത്താൽ റിസൾട്ട് ലോ ആയിരിക്കും. അപ്പൊ നേരത്തെ പഠിച്ച ട്രൂത്ത് ടേബിളിന്റെ ഓപ്പോസിറ്റ് പറയും. നന്നായി എക്സ്നോർ ആയത്. എക്സോറിന്റെ കൂടെ അതിന്റെ നെഗേഷൻ ചേർത്ത് കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? എക്സ്നോർ ആണെന്ന് പറഞ്ഞു. എന്നിന്റെ ടേം ചേരുമ്പോ ഒക്കെ എന്തായി? അതിന് നെഗറ്റീവ് ആയി. അത് ഉണ്ടായിരുന്നതിന്റെ ഓപ്പോസിറ്റ് സിമ്പിൾസിലേക്ക് മാറും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയിട്ട് നേരത്തെ കൊടുത്തിരുന്നപ്പോ നമുക്ക് ഡിഫറന്റ് ആയിട്ടുള്ള 0യും 1ഉം 0യും വന്ന സമയത്ത് മാത്രമേ റിസൾട്ട് 1 ആയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഓപ്പോസിറ്റ് 0യും 1ഉം വരുന്ന സമയത്ത് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. 1ഉം 0 വരുന്നത് 0 വരും. അപ്പൊ സെയിം സിമ്പിൾ വരുന്ന സമയത്ത് അത് 1 ആവും. ക്ലിയർ ആണ് ടേബിൾ? നമുക്കിനിപ്പോ ഈ ഗേറ്റിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ആൻഡ് ഗേറ്റ് പഠിച്ചു, ഓർ ഗേറ്റ് പഠിച്ചു, നോട്ട് ഗേറ്റ് പഠിച്ചു, നാൻഡ്, നോറ്, എക്സ്ക്ലൂസീവ് ഓർ, എക്സ്ക്ലൂസീവ് നാൻഡ്. അപ്പൊ ഇത്രയും ടേം പഠിച്ചു. ഇനി വരുന്നത് കർണോഫ് ബ്ലോക്ക് ആണ്. അതെങ്ങനെയാണെന്ന് പറയാം.
ഇനി കെ മാപ്പ് അല്ലെങ്കിൽ കെർണോഫ് മാപ്പ് ഇത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സിമ്പിൾ ബൂളിയൻ ഫങ്ഷൻസ് ആണ്. കുറച്ച് ബൂളിയൻ ഫങ്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ആ ബൂളിയൻ ഫങ്ഷനെ സിംപ്ലിഫൈ ചെയ്യാനാണ്, എളുപ്പത്തിലാക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കെർണോഫ് മാപ്പ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഗ്രാഫിക്കൽ മെത്തേഡിൽ ഒരു കെ മാപ്പ് വരയ്ക്കുമ്പോൾ ഇതിന്റെ എത്ര സെല്ല് നമ്മൾ കാണിക്കാനായിട്ട് 2n സെല്ലാണ് നമുക്ക് വരാം. അതിൽ n എന്ന് പറഞ്ഞ വാരിയബിൾസ് ആയിരിക്കും. അപ്പൊ എത്ര ടോപ്പിക് കെർണോഫ് മാപ്പ് കെ മാപ്പ് എന്ന് പറയും. മാപ്പ് അല്ലേ? കെ മാപ്പ് മാപ്പ് എന്ന് പറയും. ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന വെച്ചാൽ റോയും കോളായിട്ട് നമുക്കിങ്ങനെ റോയും കോളായിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇത് റോ ഇങ്ങനെ എഴുതുന്ന റോ ഇങ്ങനെ വരുമ്പോൾ കോളം. ഈ റോയും കോളായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട് 2n. അപ്പൊ n എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് വാരിയബിൾസ് ഉണ്ടോ അതാണ് നമ്മുടെ n എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ഇതെങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ ഓരോ ഡിസ്റ്റൻസ് പൊസിഷനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യം 2 വാരിയബിൾ ഉള്ളതാണെന്നുണ്ടെങ്കിൽ എന്നിന്റെ വാല്യൂ ഇപ്പൊ 2 ആണെങ്കിൽ 2 നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. അപ്പൊ നമ്മൾ എങ്ങനെ വരയ്ക്കും? 4 വരയ്ക്കുമ്പോൾ ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. അപ്പൊ നമുക്ക് 4 2 റോയും 2 കോളവും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെയാണ് ആ സെല്ല് വരാം. അപ്പൊ നമുക്ക് ഇത് എന്ത് കിട്ടി? ഇത് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഒരു പേര് കൊടുക്കുക. കോളത്തിന്റെ പേര് നമുക്ക് എയും ഇത് ബിയും ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഫസ്റ്റത്തെ സെല്ല് 0യും ഇത് 1ഉം വരും. ഇത് 0 ഇത് 1. സാധാരണ നമ്മൾ മെട്രിക്സ് ഫോം എഴുതുമ്പോൾ എങ്ങനെ ആദ്യത്തെ സെൽ എങ്ങനെ വരാം? 0 0. ഫസ്റ്റ് റോയില് ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോയില് സെക്കൻഡ് കോളം, ഫസ്റ്റ് റോയില് തേർഡ് കോളം. അതുപോലെ സെക്കൻഡ് ഇത് ഫസ്റ്റ് 0 0 വരും. അടുത്ത് വരുമ്പോൾ സെക്കൻഡ് റോയില് ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോയില് സെക്കൻഡ് കോളം, ഫസ്റ്റ് റോയില് തേർഡ് കോളം. ഇങ്ങനെയാണ് നമ്മൾ റോയും കോളും റെപ്രസെന്റ് ചെയ്യുക. സെയിം കേസിലാണ് വരിക. ഇവിടെ നമുക്കൊരു ഇക്വേഷന്റെ 2n. അപ്പൊ എന്നിന്റെ വാല്യൂ 2 ആവുന്ന കേസിൽ നമുക്ക് എങ്ങനെ കിട്ടും? സെല്ല് ഇതേപോലെ ഫോം ചെയ്യും. ഇനി എന്നിന്റെ വാല്യൂ 3 ആണെന്നുണ്ടെങ്കിൽ n = 3 ആണെന്നെങ്കിൽ ഇക്വേഷൻ 2 വരും. 2 എന്ന് പറയുമ്പോൾ നമുക്ക് വരും 2 × 4 4 × 8 കിട്ടും. 8 കിട്ടുമ്പോൾ സെല്ല് എങ്ങനെ വരും? അല്ലെങ്കിൽ ഇതേപോലെ 2 റോയും 4 കോളായിട്ട് വരയ്ക്കാം. 2 റോ കൊടുത്തു നമുക്ക് 4 കോളായിട്ട് മാറ്റാം. 4 ഇതേപോലെ കൊടുക്കാം. ഇവിടെ വാല്യൂ കൊടുക്കുമ്പോൾ എന്തായിരിക്കും? 3 ഇവിടെ എ ഉണ്ടായിരുന്നു, ഇവിടെ ബിയും സി ആയിട്ട് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 0യും ഇവിടെ 1ഉം. ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും മാത്രമേ ഉള്ളൂ. ഇവിടെ 2 വാരിയബിൾ ഉണ്ട്, ബിയും സിയും. അപ്പൊ നമുക്ക് ഫസ്റ്റ് സെൽ എന്തായിട്ട് വരും? 1 0 0 വരും. പിന്നെ കേസ് ഫസ്റ്റ് സെല്ലിൽ 0 0. പിന്നെ 0യിൽ 1 വരും, 1ൽ 1 വരും, 1ൽ 0 വരും. ഇവിടെ പ്രത്യേകത വെച്ചാൽ ഇത് ആദ്യം വരും, അതിന് ശേഷം ഇത് വരും. അല്ലാതെ കേസിൽ നമുക്ക് 2 എഴുതിയിട്ടാണ് 3 എഴുതാം. അപ്പൊ ഇവിടെ 3 എഴുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? 2 എഴുതാം. അതാണ് ഇവിടുത്തെ വ്യത്യാസം വരുന്നത്. ഇവിടെ എത്ര സെല്ലുണ്ട് മൊത്തം? ഇതിൽ 8 സെല്ലുണ്ട്, ഇതിൽ 4 സെല്ലുണ്ട്. ഇവിടെ വാരിയബിള് 3 ആയിരുന്നു, ഇവിടുത്തെ വാരിയബിള് 2 ആയിരുന്നു. ഈ ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടിയത്? n വാരിയബിളിറ്റി ഇക്വേഷൻ എഴുതിയപ്പോഴാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് ഈ 4 ആൻസർ കിട്ടിയത്. ഇവിടെ 3നെ ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടിയത്? 8 സെല്ലിന് കിട്ടിയത്. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ. ഇതേപോലെ നമുക്ക് എന്നിന്റെ വാല്യൂ 4 ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ n = 4 ആണെന്നുണ്ടെങ്കിൽ സെല്ല് എങ്ങനെ വരും? n = 4 എന്ന് പറയുമ്പോൾ 2⁴ വരും. 2⁴ എന്ന് പറയുമ്പോൾ 8 × 2 പറയുമ്പോൾ 16 സെല്ല് ഉണ്ടാവും. 16 സെല്ല് വരുമ്പോൾ 4 റോയും ഉണ്ടായിരിക്കും, 4 കോളം ഉണ്ടാവും. 4 റോയും 4 കോളവും പഠിക്കാം. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫിഗർ വരാം. ഇതിൽ നമുക്ക് ഈ സൈഡിൽ 2 കൊടുക്കാം. എ ബി വരും, ഇവിടെ സിയും ഡിയും വരും. 2 പോയിന്റുകൾ ചേർത്ത് സെല്ലുകൾ ചേർത്ത് തന്നെ 0 0 0 1 1 1 1 0. ഈ ഓർഡർ ആയിരിക്കും. കൂടെ തന്നെ ആയിരിക്കും 0 0 0 1 1 1 1 0. ഇവിടെ അതൊരു ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 1 1ഉം ഈ 1 1. അതായത് ആദ്യം നമ്മൾ സാധാരണ ഈ 0.1ന്റെ പോയിന്റ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം. ആദ്യത്തെ വാല്യൂ 0 ആവുന്ന സമയത്ത് നമ്മൾ 0 കൊടുക്കും. 1 ആവുന്ന സമയത്ത് 0 1 കൊടുക്കാൻ 1 കിട്ടും. 2 ആവുന്ന സമയത്ത് 1 0 കൊടുക്കാൻ 2 കിട്ടും. 1ഉം 1ഉം കൊടുക്കുമ്പോൾ 3 കിട്ടും. ഈ ഒരു ഓർഡറാണ് പോകുന്നത്. ഈ ഓർഡറിൽ നമ്മൾ ആദ്യം കൊടുത്തത് എന്താണ്? ആദ്യം 0 കൊടുത്തു, പിന്നെ 1 കൊടുത്തു, 3 കൊടുത്തിട്ടാണ് 2 കൊടുത്തത്. അതാണ് ഈ മുകളിലത്തെ ഓർഡർ. ഇവിടെ 3 എഴുതിയിട്ടാണ് നമ്മൾ 2 എഴുതുന്നത്. അപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ. അത് താഴേക്കും അങ്ങനെ തന്നെ. ആ ഓർഡർ മാത്രമേ മെട്രിക്സിൽ നിന്നും ഇത് വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ.
ഇനി ഇതിന്റെ 5 വേരിയബിൾ ഉണ്ടെങ്കിൽ എന്ത് വരും? 5 വേരിയബിൾ ഉണ്ടെങ്കിൽ 2⁵5 വരും. അപ്പൊ നമുക്ക് 2⁵5 വരുമ്പോൾ എത്ര സെല്ല് വരും? അപ്പോൾ നമുക്ക് 16 സെല്ല് വന്നു. 16ന്റെ 2 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 32 സെൽസ് ഉണ്ട്. 32. ഇനി ഇതിനെ ആക്കട്ടെ. ഞാനൊരു 4 സെല്ല് വരയ്ക്കാണ്. ഇതിൽ സെല്ലിന് നെയിം കൊടുക്കുമ്പോൾ അപ്പൊ കൊടുക്കാന്ന് വെച്ചാൽ 0 സ്റ്റാർട്ട് ചെയ്യണം. 0 തുടങ്ങി n-1 വരെയാണെങ്കിൽ സെല്ല് വരെ 0 to n-1 വരെയാണ് നമ്മുടെ സെല്ലിന്റെ റേഞ്ച് വരുന്നത്. അപ്പൊ ആദ്യത്തെ വാല്യൂ കൊടുക്കാം. ആദ്യത്തെ സെല്ല് എന്ന് പറഞ്ഞാൽ 0 സെല്ലായിരിക്കും. പിന്നെ നമ്മൾ 1 പറഞ്ഞു. നേരത്തെ പറഞ്ഞതിന് മുകളിൽ 0 0 0 1 1 1 1 0 ആണ്. അപ്പൊ എങ്ങനെ കൊടുക്കാം നമുക്ക് ഇവിടെ 0 1. അപ്പൊ ഇത് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? ഇവിടെ 3 ആയിരിക്കും. എന്നിട്ട് ഇവിടെ 4 2 ക്ലിയർ ആണോ? 0 1 3 4 വരും. പിന്നെ അടുത്തൊന്ന് വരുമ്പോൾ എന്താവും നോക്കിയേ. ഇവിടെ 3 വരെ നമ്മൾ ഫില്ല് ചെയ്തു. അപ്പൊ ഇവിടെ 4, ഇത് 5, ഇവിടെ നമ്മൾ 6 ഇപ്പുറത്തെ എഴുതി. ഇത് 0 1 3 2 അല്ലേ? 3 2 0 1 2 3 2. അപ്പൊ ഇപ്പത്തോടെ വരുമ്പോൾ എന്താവും? 4ഉം 5ഉം ഓർഡറിൽ വന്നു. 6 അവിടെ വരും. 6 ഇവിടെ വരും. 7 ഇവിടെ വരും. ക്ലിയർ ആയിട്ട് അടുത്ത വരുമ്പോൾ എന്ത് വരും? 8ഉം 9 ഇവിടെ കൊടുക്കരുത്. ഇതിലില്ല. ഈ അടിയിലത്തെ സെല്ലിലേക്ക് വരാം. 8 ഇവിടെ വരും. 9 ഇവിടെ വരും. 10 ഇവിടെ. 11 ഇവിടെ. ഇത് ക്ലിയർ ആണോ? മൂന്നാമത്തെ ഫില്ല് ചെയ്യാണ്ട് നാലാമത്തെ ഫില്ല് ചെയ്യാം. എന്നിട്ട് വേണം എന്ത് ചെയ്യണത്? ഇനിയിപ്പോ 11 വരുമ്പോൾ ഫില്ല് ചെയ്തു. ഇനി ഇവിടെ വന്നിട്ട് 12 ഇവിടെ ഫില്ല് ചെയ്യാം. 12 13 ഇവിടെ 14ഉം ഇവിടെ 15ഉം വരണം. ഇങ്ങനെയാണ് ഈ സെല്ല് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണത്? ക്ലിയർ. കുറച്ച് റൂൾസുകൾ ഉണ്ട്. ഇപ്പൊ K-മാപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് റൂൾസുകൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് ഇതിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ട്. പ്രോബ്ലംസ് നമുക്ക് സോപ്പും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിലെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യണം എന്ന് പറയാം. അപ്പൊ ഇതിൽ കുറച്ച് റൂൾസുകൾ പറയുന്നുണ്ട്. എന്തൊക്കെ റൂൾസുകളാണ് ഇവിടെ ഫോം ചെയ്യുന്നത് നമുക്ക് ആദ്യം നോക്കേണ്ടത്. അപ്പൊ ആദ്യം പറഞ്ഞപ്പോ ഞാൻ ഫസ്റ്റത്തെ റൂള് പറയുന്നത് ഇപ്പൊ നമുക്കൊരു Q2 എങ്ങനെ ഇത് ഫോം ചെയ്യാന്നുള്ളതാണ്. ഇതെങ്ങനെ ഫോം ചെയ്യാന്ന് വെച്ചാല് ഇവിടെ നമുക്ക് ഗ്രൂപ്പ് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഏതൊക്കെ സെല്ലുകൾ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളത്. അത് ഇപ്പൊ ഒരു സെല്ലിൽ 0യും ഒരു സെല്ലിൽ 1ഉം 0 ആയിരുന്നു വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ നമുക്കിത് കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ട് സെല്ലുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഒരിക്കലും എന്ത് വരാൻ പാടില്ല? ആ സെല്ലിൽ 0 എന്ന വാല്യൂ വരാൻ പാടില്ല. ഇപ്പൊ 0യും 1ഉം ഇങ്ങനെ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. ഇത് എററാണ്. നമുക്ക് എങ്ങനെ കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ? 1ഉം 1 ആയിട്ടുള്ളത് മാത്രമേ കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ സെല്ലിൽ 1 ആണെങ്കിൽ ഇതും 1 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ കമ്പൈൻ ചെയ്യാം. ഒറ്റ സെല്ലാക്കി മാറ്റാം. അതുപോലെ ഇത് 1ഉം 1 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ നമുക്ക് കമ്പൈൻ ചെയ്യാം. അപ്പൊ ഫസ്റ്റത്തെ റൂൾ ഇതായിരുന്നു. ഗ്രൂപ്പ് മേ നോട്ട് ഇൻക്ലൂഡ് എനി സെൽ കണ്ടെയ്നിങ് 0. ഒരു സെല്ല് സെറ്റ് ചെയ്യുമ്പോൾ സെല്ലുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒറ്റ സെല്ലാക്കുന്ന സമയത്ത് 0 അവിടെ വരാൻ പാടില്ല. അപ്പൊ ഗ്രൂപ്പ് മേ നോട്ട് ഇൻക്ലൂഡ് എനി സെൽ കണ്ടെയ്നിങ് 0. ഒരു സെല്ലിൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല, 0 ഉണ്ടാവാൻ പാടില്ല. 1 1 ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അതേപോലെ നമുക്ക് എന്താ ഡയഗണിൽ ഇങ്ങനെ എടുക്കണം. അപ്പൊ ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. ഇതിനെ നമുക്ക് ഇതേപോലെ ഡയഗണിലെ വാല്യൂ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അടുത്ത വെച്ച്. ഡയഗണിലുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെറ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും എന്ത് തന്നെ പറ്റുള്ളൂ? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വാല്യൂസും വെർട്ടിക്കൽ വാല്യൂസും. ഹൊറിസോണ്ടൽ വാല്യൂസ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഇങ്ങനെ വരുന്നതിന് ഹൊറിസോണ്ടലും ഇങ്ങനെ വരുന്ന വെർട്ടിക്കലും. അപ്പൊ നമ്മളിങ്ങനെ കോർണർ സെറ്റ് ചെയ്യുമ്പോൾ
ഹൊറിസോണ്ടലായിട്ടുള്ള കോളത്തിന് നമുക്ക് എന്താക്കാം, ഒന്നാക്കാം. ഇങ്ങനെയുള്ളതിനെ ഒന്നാക്കാം. അതുപോലെ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ കൊടുക്കുന്ന രണ്ട് സെല്ലുകളെ നമുക്ക് ഒന്നാക്കാം. അതുപോലെ ഡയഗണലിലുള്ള സെല്ലിന് നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഒരു സെല്ലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. സെല്ലുകൾ തമ്മിൽ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഒരിക്കലും ഡയഗണലിലുള്ള സെല്ലുകളെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. ഹൊറിസോണ്ടലും വെർട്ടിക്കലുള്ള സെല്ലുകൾ മാത്രമേ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ റൂള് കിട്ടിയ അതേപോലെ ഫോം ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോൾ എപ്പോഴും നോക്കുന്നത് പോയിന്റ് ആണ്. ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോൾ 1, 2, 4, 8, 16 ഈ ഒരു ഓർഡറിലായിരിക്കണം നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഇതിൽ ഇവിടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ രണ്ട് സെല്ലുകൾ ഒന്നും കൺസിഡർ ചെയ്തിട്ട് കുഴപ്പമില്ല, 1ഉം 2ഉം തമ്മിൽ അപ്പൊ രണ്ട് സെല്ലുകൾ തമ്മിൽ കൂട്ടി അങ്ങനെ നമുക്ക് ചെയ്യാം. അതുപോലെ ഇവിടെ ഒരു സെല്ലുകൾ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ സെല്ലുകളായിട്ട് ഇങ്ങനെ ഒറ്റ നമ്പറിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ ഗ്രൂപ്പ് ആക്കാൻ പറ്റില്ല. അത് നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്യണം, ഈവൺ നമ്പറുകൾ മാത്രമേ സെല്ല് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് 2, 4, 8, 16 അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യാം. ഇപ്പൊ ഈ കോളത്തിൽ ഇതിലെ രണ്ടെണ്ണം വെച്ചിട്ട് ഇങ്ങനെ ഈ രണ്ട് സെല്ലുകൾ തമ്മിൽ ഗ്രൂപ്പ് ചെയ്യുക. അതുപോലെ ഈ ഇങ്ങനെ 6 വെച്ചിട്ട് 8 വെച്ചിട്ട് സെറ്റ് ചെയ്യുക. അതുപോലെ ഇങ്ങനെ 4 സെറ്റ് ചെയ്യുക, ഇങ്ങനെ 4 സെറ്റ് ചെയ്യുക. അതുപോലെ ഇവിടെ നിന്ന് 4 സെറ്റ് ചെയ്യുക, ഇങ്ങനെ 8 സെറ്റ് ചെയ്യുക, ഇങ്ങനെ 8 സെറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. എന്ത് ചെയ്യാൻ പാടില്ല, 1ന്റെ അതായത് 2ന്റെ പവർ ആയിട്ട് സെറ്റ് ചെയ്യാം. ഗ്രൂപ്പ് സെറ്റ് അപ്പ് ചെയ്യുമ്പോൾ 2n ആയിട്ട് 2n സെല്ലും ആ ഒരു ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. 2n എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ നമ്മൾ 1 കൊടുക്കുന്ന സമയത്ത് 0 കൊടുക്കുന്ന സമയത്ത് എന്താ കിട്ടും, നമുക്ക് 1 കിട്ടും. അതിന്റെ വാല്യൂ 2 കൊടുക്കുന്ന സമയത്ത് 2 കിട്ടും. 3 കൊടുക്കുന്ന സമയത്ത് നമുക്ക് 2 കൊടുക്കുന്ന സമയത്ത് 4 കിട്ടും. 3 കൊടുക്കുന്ന സമയത്ത് 8 കിട്ടും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ 2ന്റെ പവർ ആയിട്ടുള്ള 2n സെല്ലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്ന അടിസ്ഥാനത്തിന്റെ പവർ ആയിട്ട് വരുന്നത് 2ന്റെ പവർ n ആയിട്ട് വരുന്ന സെല്ലുകളാണ് 1ല് 2ല് 4ല് 8 16 ഈ സെല്ലുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അതായിരുന്നു മൂന്നാമത്തെ കണ്ടീഷൻ. അതുപോലെ ഈച്ച് ഗ്രൂപ്പ് ഷുഡ് ബി ആസ് എ ലാർജ് ആസ് പോസിബിൾ. അതായത് നാലാമത്തെ പോയിന്റ് പറയുന്നത് ഒരു ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്യുമ്പോൾ വലിയൊരു ഗ്രൂപ്പായിട്ട് നമുക്ക് ഇവിടെ നമുക്ക് പരമാവധി ഇവിടെ എത്ര വാല്യൂ ഉണ്ടോ, അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് സെറ്റ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ഒരു ലാർജ് ഗ്രൂപ്പായിട്ട് ഒറ്റയടിക്ക് നമുക്ക് എന്ത് കൊടുക്കാം, 8 എണ്ണമായിട്ട് ഒരുമിച്ച് സെറ്റ് ചെയ്യാം. അപ്പൊ ഒരു ലാർജ് പോസിബിൾ ആണ്. നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കാതെ ആ വലിയ ഗ്രൂപ്പായിട്ട് നമുക്ക് ഒറ്റ ഗ്രൂപ്പായിട്ട് ഒരെണ്ണമായിട്ട് നമുക്ക് അതിനെ സെറ്റ് ചെയ്യാം, കൺസിഡർ ചെയ്യാം. അത് ക്ലിയർ ആണോ? ക്ലിയർ. അതേപോലെ ഇനി അടുത്ത പോയിന്റ് നമുക്ക് നാലാമത്തെ പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് ലാർജ് ഗ്രൂപ്പ് ആയിരിക്കണം. പിന്നെ അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് വെച്ചാല് ഇപ്പൊ ഈച്ച് ഷെൽ കണ്ടെയ്ൻ എ വൺ മസ്റ്റ് ബി ഇൻ അറ്റ്ലീസ്റ്റ് വൺ ഗ്രൂപ്പ്. അത് ഏറ്റവും കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും നമുക്ക് ഒരു ഗ്രൂപ്പെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഫോം ചെയ്യാൻ പറ്റണം. അതിൽ 1 വെച്ചുകൊണ്ട് രണ്ടെണ്ണെങ്കിലും അങ്ങനെ ഏറ്റവും കുറഞ്ഞത് തന്നെ ഒരു ഗ്രൂപ്പെങ്കിലും അവിടെ ഫോം ചെയ്യാൻ പറ്റും. അതാണ് അഞ്ചാമത്തെ പോയിന്റ്. ഇനി ആറാമത്തെ കണ്ടീഷൻ ഓവർലാപ്പ് ചെയ്യാൻ പറ്റും. ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഓവർലാപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളിവിടെ കൊടുക്കും, ഇതിൽ ഈ കോളത്തിൽ നമുക്ക് എന്താണ് ഇങ്ങനെ ഞാൻ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഓൾറെഡി ഈ 1 എന്താണ്, ഈ 1 ഓൾറെഡി ഒരു ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ എടുക്കാം. അപ്പൊ ഇതിന്റെ ഒരെണ്ണത്തിന് മുകളിൽ ഒരെണ്ണം വന്നില്ല ഇവിടെ. ഈ ഒരു കോയില് ഈ 1 മുകളിൽ ഇങ്ങനെ അടിയിലേക്ക് നമ്മൾ ഒരു ഗ്രൂപ്പ് സെറ്റ് ചെയ്തു, അതുപോലെ സൈഡിലേക്കും ഒരെണ്ണം സെറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ ഒരെണ്ണത്തിന്റെ മുകളിൽ ഒരെണ്ണം വന്നത് ഓവർലാപ്പിംഗ് സംഭവിച്ചു. പക്ഷെ ഓവർലാപ്പിംഗ് സംഭവിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നത്. ഓവർലാപ്പിംഗ് സംഭവിക്കാം, അതില് കുഴപ്പമില്ല. അപ്പൊ ഗ്രൂപ്പ് നമുക്ക് ഓവർലാപ്പ് ചെയ്ത് വരാം, അതില് കുഴപ്പമില്ല. ക്ലിയർ ആണോ പോയിന്റ്? ക്ലിയർ. അപ്പൊ 6 പോയിന്റ് കഴിഞ്ഞു. ഏഴാമത്തെ പോയിന്റ് പറഞ്ഞാല് എ ഗ്രൂപ്പ് മേ wrap around a table leftmost cell in a row may be grouped within the rightmost cell and the top cell is column can be grouped within the bottom cell. അതായത് ഈ ഒരു സെല്ലും ഈ 1ഉം ഈ കിടക്കുന്ന ഈ സെല്ലും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യാം. അതുപോലെ ഈ സെല്ലും തമ്മിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ലെഫ്റ്റിലും റൈറ്റിലും കിടക്കുന്നത് ലെഫ്റ്റ് റൈറ്റ്. അപ്പൊ ലെഫ്റ്റിലെയും റൈറ്റിലെയും സെല്ലുകൾ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യാം. അതുപോലെ ഈ സെല്ല് ഇങ്ങനെയും ഈ സെല്ല് ഇങ്ങനെയും നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഇവിടുത്തെ ഈ സെല്ല് ഇങ്ങനെയും
മുകളിലത്തെ ഈ സെല്ല് ഇങ്ങനെയും നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അപ്പൊ ഏഴാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് ഒരു ഗ്രൂപ്പ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റിലെയും റൈറ്റ് മോസ്റ്റ് ലെഫ്റ്റ് മോസ്റ്റ് സെല്ലുകൾ തമ്മിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അതുപോലെ ടോപ്പത്തിലെയും ബോട്ടത്തിലെയും സെല്ലുകൾ തമ്മിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ക്ലിയർ ആണോ അത്? ആ അടുത്ത പോയിന്റ് പറയുന്നത് there should be as a few groups are possible as long as does not contradict any of the previous rule. അതായത് നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകാണ്ട് ഓവർലാപ്പ് ചെയ്ത് ഗ്രൂപ്പുകളുടെ എണ്ണം കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. അതാണ് എട്ടാമത്തെ റൂൾസ് പറഞ്ഞത്. അങ്ങനെ 8 റൂളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഈ 8 റൂൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു അടുത്ത ദിവസം വരുമ്പോൾ ഇങ്ങനെ മാപ്പ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ റൂൾസുകളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഈ 8 റൂൾസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താകാൻ പാടില്ല. ഫസ്റ്റത്തെ റൂള് പറഞ്ഞത് ഗ്രൂപ്പിൽ 0 എന്ന് പറയുന്ന ടേം പറയാൻ പാടില്ല. നമുക്ക് വണ്ണുകൾ വെച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഫസ്റ്റത്തെ റൂള്. സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ ഡയഗണലിലെ വാല്യൂസുകൾ തമ്മിൽ ഡയഗണലുള്ള വണ്ണുകൾ തമ്മിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഉള്ളത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ റൂള്. മൂന്നാമത്തെ റൂൾ എന്ന് വെച്ചാൽ ക്യൂവിന്റെ പവർ n ആയിട്ട് വരുന്ന സെല്ലുകൾ തമ്മിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഗ്രൂപ്പ് ചെയ്യുന്നത്. അതായത് 1, 2, 4, 8, 6 അങ്ങനെ ഫോം ചെയ്യുന്ന ഗ്രൂപ്പുകളായിരിക്കണം നമുക്ക് ഫോം ചെയ്യുന്നത്. അടുത്തത് നമുക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലാർജ് ആവാം, വലിയ ഗ്രൂപ്പുകളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അതേപോലെ ഓവർലാപ്പിംഗ് സാധ്യമാണ്. ഓവർലാപ്പിംഗ് വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഒന്നിന് മുകളിൽ ഒന്ന് അങ്ങനെ ഒരു ഫോമിൽ രണ്ട് സൈഡിലേക്ക് നമുക്ക് ഫോം ചെയ്യാം. അങ്ങനെ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വരുന്നത് അറ്റ്ലീസ്റ്റ് 1 ഗ്രൂപ്പ് എങ്കിലും ഒരെണ്ണത്തിലാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു ഗ്രൂപ്പ് എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഫോം ചെയ്യാൻ പറ്റണം. പിന്നെ വരുന്നത് ലെഫ്റ്റിലെ സെല്ല് റൈറ്റിലെ സെല്ലിലേക്ക് ഫോം ചെയ്യാം. അതുപോലെ ടോപ്പിലെ സെല്ല് ബോട്ടത്തിലെ സെല്ലിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോർണറിൽ വരുന്ന സെല്ലുകൾ തമ്മിൽ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നിൽ കൂടുതൽ സെല്ലുകൾ കുറെ സെല്ലുകൾ ഉണ്ടാക്കാണ്ട് ഒരുമിച്ച് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ എന്നാണ് എട്ടാമത്തെ റൂള് പറയുന്നത്. ക്ലിയർ ആണോ അതൊക്കെ? ക്ലിയർ. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊന്നും ചെയ്യാനുള്ളത് ടോപ്പും മോപ്പും പറഞ്ഞിട്ട് വേണം ഇത് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ. ഇനി നമുക്ക് കുറച്ച് കേസുകളുണ്ട്. ഇനി കുറച്ച് റൂൾസ് പഠിക്കാനുണ്ട്. അത് ഓൾജിബ്രയിൽ പഠിക്കുന്ന കുറച്ച് റൂൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. ആ റൂൾസുകളും അടുത്ത ദിവസത്തിന് ചെയ്യാൻ പറ്റും. ഇതാണ് കുറച്ച് കോഴ്സുകൾസ് ഒക്കെ പഠിക്കാനുള്ളത്. അത് ബൂളിയൻ ഓൾജിബ്രയിൽ വരുന്ന കുറച്ച് റൂൾസുകൾ. അത് ബേസിക് മാത്തമാറ്റിക് ടൂൾസ് ആണ്. അനാലിറ്റിക്സ് ഓഫ് ക്ലിയർ ആയില്ല എനിക്കൊന്നു പറഞ്ഞു. ഏത് മൊഡ്യൂളാ? സെയിം മൊഡ്യൂള് തന്നെ ആണോ? മൊഡ്യൂളാണ്.
ഇതിൽ ആദ്യം ബൂളിയൻ ഫംഗ്ഷൻസും ബൂളിയൻ ഓൾജിബ്രയും പറഞ്ഞിട്ട് വേണം, അതിന്റെ പ്രോപ്പർട്ടീസും പറഞ്ഞിട്ട് വേണം നമുക്ക് മാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേട്ടോ. സെക്കൻഡ് മൊഡ്യൂളുള്ള തന്നെയാണ്. ഈ സെക്കൻഡ് മൊഡ്യൂളും തേർഡ് മൊഡ്യൂളും അല്ലേ തീർക്കണമെന്ന് പറഞ്ഞേ? ആ അല്ല, തേർഡും ഫോർത്തും. ഫോർത്തും മാപ്പും കഴിഞ്ഞിട്ട് നമുക്ക് മാപ്പും ടോപ്പിക് കഴിഞ്ഞിട്ട് നമുക്ക് ടോപ്പിക് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാം. അപ്പൊ ഇവിടെ നമുക്ക് പോസ്റ്റൽസ് ഓഫ് ബൂളിയൻ ഓൾജിബ്രയുടെ കുറച്ച് പോസ്റ്റൽസ് നോക്കാനുണ്ട്. അതിനോട് ബന്ധപ്പെട്ടുള്ള തിയറംസും അതിന്റെ പ്രോപ്പർട്ടീസും പഠിക്കാനുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ കനോണിക്കൽ ആൻഡ് സ്റ്റാൻഡേർഡ് ഫോം സെറ്റ് ചെയ്യുന്നതും ഈ ബൂളിയൻ ഫംഗ്ഷൻ യൂസ് ചെയ്താണ് കെ മാപ്പ് വരുന്നത്. കെ മാപ്പിൽ വരുന്ന 5 വേരിയബിൾസ് വരെ നമുക്ക് ടേസ്റ്റ് വരാം. അതിലൊരു ഡോൺ കെയർ മെത്തേഡ് കൂടി ഉണ്ട്. അപ്പൊ ഇവിടെ വരെയുള്ള നോട്ട് ഇവിടെ വരെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത മൊഡ്യൂളിലേക്ക് പോകാം. അത് ഇവിടെ വരണം. ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് ഈ സെക്ഷൻ ഇവിടെ ഡോൺ കെയർ വരുന്നത് വരെ, അത് ഇവിടെ വരെ കേട്ടോ. പ്രൊഡക്റ്റ് സം ടോട്ടൽ മാർക്സ് വരുന്നുണ്ട്. ഈ ലോജിക് ഡിജിറ്റൽ ലോജിക്കായിട്ട് നമുക്ക് പറഞ്ഞു. അതിന്റെ ഇംപ്ലിമെന്റേഷൻ പറഞ്ഞില്ല. ബേസിക് യൂണിവേഴ്സൽ ഗേറ്റ് നമ്മൾ പറഞ്ഞു. അതിന്റെ ഇംപ്ലിമെന്റേഷനെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് ലാസ്റ്റ് പറഞ്ഞു. ഇത് ഒരുവിധം ആവശ്യമുള്ളതൊക്കെ നമ്മുടെ കഴിയും. ഇതില് ഈ ഇത് നോക്കാം നമുക്ക്. ഇതിൽ വരുന്നതാണ് എന്താണ് ബൂളിയൻ ഓൾജിബ്ര. അത് ബേസിക് മാത്തമാറ്റിക്കൽ ടൂൾസ് ടു അനലൈസ് ആൻഡ് ഡിസൈൻ ലോജിക് സർക്യൂട്ട്. അത് മാത്തമാറ്റിക്സ് ടൂൾസ് വഴി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ലോജിക് സർക്യൂട്ടുകൾ ഡിസൈൻ ചെയ്യാൻ പറ്റും, അതുപോലെ അനലൈസ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ബൂളിയൻ ഓൾജിബ്ര യൂസ് ചെയ്യുന്നത്. ഒരു സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് എലമെന്റ്സ് ഉണ്ടായിരിക്കും. അത് സീറോസും വൺസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബൈനറി ഓപ്പറേഷൻസ് ആണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആൻഡ് ഓർ നോട്ട്. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട കുറച്ച് ലോസുകളാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. ഈ ലോസുകൾ ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കണം, പഠിക്കാനുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് ഇതിൽ പറയുന്നത് ലോസ് ഓഫ് ബൂളിയൻ ഓൾജിബ്ര വരുന്നത് കോംപ്ലിമെന്റ് ലോ ആണ്. കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ 1 കൊടുക്കും. 1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് 0 ആയിരിക്കും. അതായത് നമുക്ക് കൊടുക്കുന്ന ഇൻവെർട്ട് നമ്മൾ പഠിച്ചു, നോട്ട് പഠിച്ചു. നമ്മൾ നോട്ടിന്റെ സെയിം കേസ് ആണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ 3 കേസ് നമ്മൾ പറഞ്ഞു. ബൈനറി ഓപ്പറേഷൻസ് ആയ ആൻഡ് ഓർ നോട്ട്. അപ്പൊ നോട്ടിന്റെ കേസ് ആണ് ഇവിടെ കോംപ്ലിമെന്റ് നോട്ട് എന്നൊക്കെ പറഞ്ഞാൽ സെയിം ആയിട്ടാണ് വരിക. എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നത് സീറോസ് ആണെന്നുണ്ടെങ്കിൽ സീറോന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ റിസൾട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. 1ന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ റിസൾട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്, കോംപ്ലിമെന്റ് ലോ. അപ്പൊ എ ആണെന്നുണ്ടെങ്കിൽ അത് 0 ആയിരിക്കും. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ എനെ വീണ്ടും ഹോൾ കോംപ്ലിമെന്റ് ചെയ്താൽ, എ കോംപ്ലിമെന്റ് ഒരു പ്രാവശ്യം ചെയ്തു വീണ്ടും കോംപ്ലിമെന്റ് ചെയ്താൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? എ ആയിരിക്കും. ഈ 3 പോയിന്റ് ആണ് നമുക്ക് എന്ന് പറയുന്നത് കോംപ്ലിമെന്റിൽ വരുന്നത്. ക്ലിയർ ആണോ 3 പോയിന്റ്? ക്ലിയർ. 0 കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 കിട്ടും. 1 കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 0 കിട്ടും. എ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഇനി ഹോൾ കോംപ്ലിമെന്റിനെ വീണ്ടും കോംപ്ലിമെന്റ് ചെയ്ത് നമുക്ക് എങ്ങനെ കിട്ടും? ആ റിസൾട്ട് തന്നെ കിട്ടും. ആദ്യം റിസൾട്ട് തന്നെ കിട്ടും. അതാണ് എ കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടും? എ എന്ന് കിട്ടും. ഇതാണ് ഫസ്റ്റ്. ഈ സെക്കൻഡ് വരുന്നത് ആൻഡ് ആണ്. ആൻഡ് ലോ എന്ന് പറഞ്ഞാല് സാധാരണ കേസിൽ, സാധാരണ മൾട്ടിപ്ലിക്കേഷന്റെ കേസ് ഒന്ന് എടുത്ത് നോക്കിയേ. 0യും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? 0യും 1ഉം മൾട്ടിപ്ലൈ ചെയ്യും 0 ആയിരിക്കും. 1ഉം 0യും മൾട്ടിപ്ലൈ ചെയ്യും 0 ആയിരിക്കും. 1ഉം മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസിൽ മാത്രമേ നമുക്ക് റിസൾട്ട് 1 വരുള്ളൂ. അതാണ് നമ്മുടെ ആൻഡ് ഗേറ്റ്. അപ്പൊ ആൻഡിന്റെ ലോ വരുമ്പോൾ എന്ത് വരും? എ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ എ ഇൻറ്റു 0 ചെയ്യുമ്പോൾ നമുക്ക് 0 വരും. എ ഇൻറ്റു 1 ചെയ്യുന്ന സമയത്ത് നമുക്ക് എ വരും. എ ഇൻറ്റു എ ചെയ്യുന്ന സമയത്ത് നമുക്ക് എ വരും. എ ഇൻറ്റു എ കോംപ്ലിമെന്റ് സമയത്ത് നമുക്ക് 0 വരും. ഇതാണ് ആൻഡ് ഗേറ്റിന്റെ ലോസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ക്ലിയർ ആണോ? ഇത് ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റ് ലോഗ് ഓർ ഗേറ്റ്. ഓർ എന്ന് പറയുമ്പോൾ എന്താവും? അഡീഷൻ ആവും. ആൻഡിന്റെ എപ്പോഴും ഓർത്ത് വയ്ക്കുക, ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓർ എന്ന് പറയുന്നത് പ്ലസ് ആയിരിക്കും. അപ്പൊ 0 + 0 ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 ആണ് കിട്ടാറ്. 1 + 0 ചെയ്താൽ നമുക്ക് 1 കിട്ടും. 0 + 1 ചെയ്താൽ നമുക്ക് 1 കിട്ടും. 1 + 1 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും എന്ന് പറയുന്നത്. ഇതാണ് ഓർ ഗേറ്റ്. ഇതിന്റെ ഓർ ലോ വരുമ്പോൾ എന്തായിട്ട് വരും? a + 0 എന്ന് പറയുമ്പോൾ നമുക്ക് a കിട്ടും. a + 1 എന്ന് പറഞ്ഞാൽ 1 കിട്ടും. a + a എന്ന് പറഞ്ഞാൽ a കിട്ടും. a + a കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 കിട്ടും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. a + 1 എന്ന് പറഞ്ഞാൽ 1 ആണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ലോ ആണ്. ക്ലിയർ ആണോ? ഒരു മിസ് ഒന്ന് എഴുതിയെടുക്കട്ടെ ട്ടാ. ആ
കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? അല്ല, ഒരു മിനിറ്റ്, ആ ടേബിളും കൂടി ഉണ്ട്. ആ താമസിക്കാം. അപ്പൊ നമ്മൾ 2 ലോ പറഞ്ഞു, ആൻഡ് ലോ പറഞ്ഞു, ഓർ ലോ പറഞ്ഞു. ഇനി വരുന്നത് ഈ കമ്മ്യൂട്ടേറ്റീവ് ലോ. 10ലൊക്കെ പഠിച്ചിട്ടുണ്ട്. എ പ്ലസ് ബി സി ഈക്വൽ ടു ബി പ്ലസ് എ ആണ്. എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാല് ബി ഇൻറ്റു എ ആണ്. ഓപ്പോസിറ്റ് ചെയ്താൽ രണ്ടും ഈക്വൽ ആയിരിക്കും. എയും ബിയും കൂടി ആഡ് ചെയ്ത റിസൾട്ടും ബിയും എയും കൂടി ആഡ് ചെയ്യുന്ന റിസൾട്ടും ഈക്വൽ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഓർഗേറ്റ് യൂസ് ചെയ്തിട്ട് എ പ്ലസ് ബി ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ബി പ്ലസ് എ ആയിരിക്കും. അതുപോലെ ആൻഡ് ഗേറ്റിൽ വരുന്ന എ ഇൻറ്റു ബി ഈക്വൽ ടു ബി ഇൻറ്റു എ ആയിരിക്കും എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ അടുത്ത ലോ ഓഫ് കമ്മ്യൂട്ടേറ്റീവ് ലോ. അത് ക്ലിയർ ആണോ? ആ. അടുത്ത് വരുന്നത് അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ എന്ന് പറയുമ്പോൾ ഇവിടെ 2 വേരിയബിൾ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ 3 വേരിയബിൾ ഉണ്ടായിരിക്കും. ആദ്യത്തെ 2 വേരിയബിളും തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ടിൽ കൂടെ 3ാമത്തെ വേരിയബിൾ ആഡ് ചെയ്യുന്നതും ലാസ്റ്റത്തെ 2 വേരിയബിൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിലേക്ക് ആദ്യത്തെ വേരിയബിൾ ആഡ് ചെയ്യുന്ന റിസൾട്ടുകൾ ഇവിടെ ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നത്. സെയിം കേസിൽ തന്നെ ആദ്യത്തെ 2 വേരിയബിൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, ആ കിട്ടുന്ന റിസൾട്ടിന് 3ാമത്തെ വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ലാസ്റ്റത്തെ 2 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നീട് ആദ്യത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും ആ റിസൾട്ടുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ പറയുന്നത് അസോസിയേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോയിൽ നമുക്ക് 2 വേരിയബിൾ ഉണ്ടായിരുന്നുള്ളൂ, അതിനെ തിരിച്ചും മറിച്ചും മൾട്ടിപ്ലൈ. ഇവിടെ വരുമ്പോൾ നമുക്ക് 3 വേരിയബിൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഓർഡർ അനുസരിച്ച് ആദ്യത്തെ 2 ആഡ് ചെയ്തിട്ട് പിന്നെ 3ാമത്തെ ആഡ് ചെയ്യും. അതല്ല 3ഉം 2ഉം കൂടി ആഡ് ചെയ്തിട്ട് അതുപോലെ ആദ്യത്തെ ആഡ് ചെയ്യുന്നതും ഈക്വൽ ആയിരിക്കും. അതുപോലെ അഡീഷന്റെ കേസിലും മൾട്ടിപ്ലിക്കേഷന്റെ കേസിലും അത് ഈക്വൽ ആണെന്നുള്ളതാണ് എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്. ക്ലിയർ ആണത്? ഇത് രണ്ടും നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, 8ലൊക്കെ പഠിക്കുന്ന ലോ ആണ് കമ്മ്യൂട്ടേറ്റീവും അസോസിയേറ്റീവും. ഇനി അടുത്ത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് എ ഇൻറ്റു ബി പ്ലസ് സി ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, പിന്നെ സിമ്പിൾ എന്തായിരുന്നോ പ്ലസ് അങ്ങനെ തന്നെ ചെയ്യാം, വീണ്ടും എ ഇൻറ്റു സി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എ ബി ഇൻറ്റു എ സി എന്ന് കിട്ടും. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഇത് 3 വേരിയബിൾ ഉള്ള കേസ്. ഇത് നമുക്ക് 5 വേരിയബിൾ ഉള്ള കേസ് എ ബി സി ഇൻറ്റു ഡി ചെയ്യുമ്പോൾ നമുക്ക് എ ബി സി ഡി വരും, പ്ലസ് അങ്ങനെ തന്നെ വരും. അതിനുശേഷം എ ബി സി ഇൻറ്റു ഇ ചെയ്യുമ്പോൾ എ ബി സി ഇ വരും. ആദ്യത്തത് 3 വേരിയബിൾ ഉണ്ടായിരുന്നുള്ളൂ, രണ്ടാമത് 5 വേരിയബിൾ ഉണ്ട്. ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ക്ലിയർ ആണത്? അപ്പൊ നമ്മൾ ഏതൊക്കെ ലോ പഠിച്ചു? ഒന്ന് കോംപ്ലിമെന്റ് പഠിച്ചു. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇൻവെർട്ടർ പഠിച്ചിട്ട് പഠിച്ച സെയിം കേസ് 0 കൊടുക്കുമ്പോൾ 1 കിട്ടും, 1 കൊടുക്കുമ്പോൾ 0 കിട്ടും. അതുപോലെ അടുത്തത് ആൻഡ് ലോ പഠിച്ചു, ഓർ ലോ പഠിച്ചു, കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. 6 ലോ പഠിച്ചു. ഈ 6 ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നമ്മുടെ ലോസ് ഓഫ് ബൂലിയൻ ഓൾജിബ്ര. ബൂലിയൻ ഓൾജിബ്രയിൽ വരുന്ന ലോസുകളാണ് ഈ പറയുന്നത്. ഇത് പഠിക്കണം. ഇത് വെച്ചിട്ട് കുറച്ച് സിംപ്ലിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇത് ക്ലിയർ ആണല്ലോ? ക്ലിയർ. ഡിജിറ്റിന്റെ ലോജിക് ഗേറ്റ് സിമുലേഷൻ നമ്മൾ ഇപ്പൊ പഠിച്ചത് ആൻഡ്, ഓർ, നോട്ട്, നാൻഡ്, നോർ, എക്സ്ക്ലൂസീവ് ഓർ, എക്സ്ക്ലൂസീവ് നോർ. അതാണ് ഈ ഡിജിറ്റൽ ഗേറ്റിന്റെ അണ്ടറിൽ വരുന്ന ഭാഗം. ഇതിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിന്റെ 5 വാരിയബിൾ എങ്ങനെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടില്ല. ഡോൺ കെയർ എങ്ങനെ വരാന്ന് പറഞ്ഞിട്ടില്ല, അത് ചെയ്യണം. ഇനി ഈ ബൂളിയൻ ഫംഗ്ഷന്റെ കുറച്ച് സിംപ്ലിഫിക്കേഷൻ ഉണ്ട്, അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ വരാം. പിന്നെ കനോണിക്കൽ ഫോമും അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമും പറയണം. നമുക്ക് ഇതിന്റെ ഈ ഭാഗം നമുക്കിവിടെ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ.
സിംപ്ലിഫിക്കേഷൻ അതിന്റെ പ്രശ്നം വരും. വരുന്നത് 4ഉം 3ഉം വേണം അല്ലെ, 3ഉം 4ഉം വേണം. ആഡർ സബ്ട്രാക്ടർ പതിനഞ്ച് അറിയാതെ ക്യാരി 3 എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് 4ലേക്ക് പോകും. ഈ റൂൾസുകൾ പറഞ്ഞു എഴുതിയെടുത്താ 5 റൂള് പറഞ്ഞത് ഏതാ മിസ്? ആദ്യം പറഞ്ഞ 5 റൂളുകൾ എഴുതിയെടുത്താ? അത് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് റഫ് ആയിട്ട് എഴുതിയെടുത്തിട്ടുള്ളൂ കേട്ടോ മിസ്. നോട്ട് അയക്കില്ലേ? നോട്ട് അയച്ചുതരാം. ഇനി ഈ ഡോൺ കെയർ കണ്ടീഷൻ എന്താണെന്ന് പറയാം. ഡോൺ കെയർ കണ്ടീഷൻ എന്ന് വെച്ചാൽ, അതായത് നമുക്കിപ്പോ നമ്മൾ പറഞ്ഞു, ഇപ്പൊ നമ്മൊരു സെല്ല് വരച്ചപ്പോ നമ്മളിങ്ങനെ ഈ സെൽ ഒരു ഇപ്പൊ നമുക്ക് ഈ സെല്ലില് വാല്യൂസ് തരുന്നത് നമ്മൾ പറഞ്ഞു 0s 1s ആയിട്ടായിരിക്കും തരാം. ഒന്നുകിൽ ഇത് 0 ആയിരിക്കും, ഇവിടെ 1 ആയിരിക്കും, അതുപോലെ ഇവിടെ 1 1, ഇവിടെ 1 1, അങ്ങനെ 0 ആയിട്ടായിരിക്കും തരാം. ഇതിന് പകരം അപ്പൊ നമുക്ക് സിമ്പിൾ ഒരു ലോജിക് സർക്യൂട്ടില് നമുക്ക് തരുന്ന ഇൻപുട്ടുകൾ നമുക്ക് കണ്ടീഷൻ ഒക്കെ അറിയാൻ പറ്റില്ല. അതിന് പകരം നമുക്ക് എന്താ പറയും, അവിടുത്തെ ഔട്ട്പുട്ട് അപ്പിയറൻസ് എന്ന് പറയുന്നത് ഇൻപുട്ട്, അതായത് ഹൈയും ലോയും മാത്രമേ നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ, തന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് ഹൈ എന്ന് പറയുന്നത് 1 ആയിട്ടും ലോ എന്ന് പറയുന്നത് 0 ആയിട്ടും തന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ റിസൾട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പകരം ഒന്നില്ലെങ്കിൽ ഈ കോളത്തിൽ നമുക്ക് ഒന്ന് കൊടുക്കാം, എക്സ് ഒന്ന് കൊടുക്കാം, പിന്നെ എക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും, അതുപോലെ ഡി കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ തരുന്ന കേസുകളെയാണെന്ന് പറയുന്നത് ഡോൺ കെയർ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് സെല്ല് ട്രൂത്ത് ടേബിളിലോ അല്ലെങ്കിൽ ഇതുപോലെ സെല്ലുകളിൽ വാല്യൂസ് തരുന്നത് ഒന്നുമില്ലെങ്കിൽ എക്സ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തായിട്ടായിരിക്കും, ടി ആയിട്ടായിരിക്കും. എക്സും ടിയും കണ്ടാൽ അത് എന്താണ്, അതാണ് നമ്മുടെ ഡോൺ കെയർ കണ്ടീഷൻ. ഡോൺ കെയർ കണ്ടീഷൻ ക്ലിയർ ആണോ? ഹലോ ഹലോ മിസ്, മ്യൂട്ട് ആയിരുന്നു. അപ്പൊ ഡോൺ കെയർ കണ്ടീഷൻ എന്ന് പറഞ്ഞാല് 0സിനും 1സിനും പകരം അവിടെ ട്രീറ്റ് ചെയ്യുന്നത് എന്തായിട്ടായിരിക്കും, ഡി അല്ലെങ്കിൽ എസ് വെച്ച് തന്നിട്ടുണ്ടാവും. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡിയെ നമുക്ക് എന്ത് കൊടുക്കുക, 1 ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ ഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സെല്ല് ഫോം ചെയ്യുന്ന സമയത്ത് ഇതും ഇവിടെയും 1 ആയിരുന്നു വിചാരിക്കാം. പകരം ഇതൊരു ഡി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഈ ഡിക്ക് പകരം അതിനെ നമുക്ക് 1 ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഒരു ടേമിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രൂപ്പായിട്ട് ഈ സെല്ലിനെ, ഈ 4 സെല്ലുകൾ ഒറ്റ ഗ്രൂപ്പായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഡിക്ക് പകരം അവിടെ 1 ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എക്സിന് പകരം നമുക്ക് 1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് 1 ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കേസുകളാണ് ഡോൺ കെയർ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഡോൺ കെയർ ക്ലിയർ ആണോ? അപ്പൊ ചിലപ്പോ ക്വസ്റ്റ്യൻ തന്നിരിക്കും, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും, ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഓൾറെഡി ഇങ്ങനത്തെ 8 സെല്ലുള്ള ഗ്രൂപ്പാണെന്ന് വിചാരിക്കാം. അതുപോലെ 8 സെല്ലുള്ള ഗ്രൂപ്പായിരുന്നു. ഇവിടെ നമുക്ക് 1 1 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് എക്സ് ആയിരുന്നു തന്നിരുന്നത്, അതേപോലെ ഇവിടെയും എക്സ് ആയിരുന്നു തന്നിരുന്നത്, ഇവിടെ 1 ആയിരുന്നു തന്നിരുന്നിരിക്കുക. അപ്പൊ ബാക്കിയുള്ള സെല്ലുകളൊക്കെ എന്തായിരുന്നു, 0 ആയിരുന്നു. ബാക്കി 1 അല്ലാത്ത സെല്ലുകളൊക്കെ എന്തായിരിക്കും, 0 ആയിരിക്കും. എക്സ് അല്ലാത്ത കണ്ടീഷനിൽ എക്സ് കണ്ടീഷൻ അങ്ങനെ തന്നിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ നമുക്ക് എങ്ങനെ ഫോം ചെയ്യും, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2ന്റെ പവർ ഈവൺ നമ്പർ ആയിട്ട് മാത്രമേ സെല്ലുകൾ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ നമുക്ക് സെല്ല് ഫോം ചെയ്യണമെങ്കിൽ ഇത് 3 വെച്ചിട്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റില്ല. എപ്പോഴും സെല്ല് എന്തായിരിക്കണം, ഈവൺ നമ്പർ ആയിരിക്കും.
അപ്പൊ നമുക്ക് ഈ എക്സിന് പകരം ഒന്ന് കൊടുക്കുക 1 ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇതൊറ്റ ഗ്രൂപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റ ഗ്രൂപ്പായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതൊരു ഗ്രൂപ്പ് കൂടെ ഫോം ചെയ്യും. ക്ലിയർ ആണോ? എക്സിന് പകരം നമ്മൾ എന്തായിട്ട് എടുത്തു? 1 ആയിട്ട് എടുത്തു. അതേപോലെ ഇവിടെ നമുക്ക് ഈ സെല്ലുകൾ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഇത് 3 ഉള്ളൂ. ഈ എക്സ് കൂടി കൂട്ടിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഇതും 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. 2 ഗ്രൂപ്പ്, ഈ 8 സെല്ലിൽ നിന്ന് നമുക്ക് 2 ഗ്രൂപ്പ് കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ അത്? അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡോൺ കെയർ കണ്ടീഷൻ എന്ന് പറയുന്നത്. ടേബിളേഷൻ മെത്തേഡ് ഉണ്ട്. ടേബിളേഷൻ മെത്തേഡ് ഉണ്ട്. ഈ ടേബിളേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാല് ഇതിനെ നമുക്ക് ക്വീൻ മാക്ലി ടേബിളർ മെത്തേഡ് എന്നും പറയും. ഈ ടേബിളേഷൻ മെത്തേഡ് പറയുന്ന അനദർ നെയിമാണ് ക്വീൻ. ഇതിനെ പറയുന്ന ടേബിളേഷൻ മെത്തേഡ് പറയുന്ന അടുത്ത മെത്തേഡ് പേരാണ് ക്വീൻ മെത്തേഡ്, ടേബിൾ മെത്തേഡ് എന്ന് പറയും. ഈ മെത്തേഡ് പ്രത്യേകത എന്ന് വെച്ചാൽ ടേബുലർ മെത്തേഡ് ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് പ്രൈം ഇംപ്ലിമെന്റ്. ഈ പ്രൈം ഇംപ്ലിമെന്റ് പ്രൊഡക്റ്റ് ഓഫ് സം ടേം വെച്ചുകൊണ്ടാണ് നമുക്ക് cannot be further reduced by combining with the other product or sum terms of the Boolean function. Boolean function വെച്ചിട്ട് വീണ്ടും ചെറുതാക്കാനോ വലുതാക്കാനോ പറ്റാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡിനെയാണ് നമുക്ക് ആ ടേബിൾ ഫോമിൽ റിസൾട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടേബിൾ ഫോം റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമുക്ക് എന്ന് പറയുന്നത് ഈ ടാബുലർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നത് ഇതുപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻ തരാം. FO A, B, C, D 4 വേരിയബിൾ ആയിരുന്നു. സമ്മിന്റെ ടേമിലാണ് കൊടുക്കുക. സം MO 0.01 50. ഇങ്ങനെ നമുക്ക് വാല്യൂ എന്ന് ഇതിന്റെ ടേബിൾ രൂപത്തിലേക്ക് ആക്കണം. ഒരു ടേബിൾ വാല്യൂ എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ ഇക്വലന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന 4 ബിറ്റ് വെച്ചിട്ട് നമുക്ക് ടേബിളിന്റെ ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം വേണം ആദ്യം 00 ഒരു ടേബിൾ മെത്തേഡിലായിരിക്കും വരിക. ടേബിൾ വരയ്ക്കുന്ന പോലെ വരയ്ക്കാം. അപ്പൊ തന്നിരിക്കുന്ന ഡെസിമൽ എന്തൊക്കെയാണ്? ഒന്ന് 0യും 1ഉം 3യും 9. അപ്പൊ 0 1 3 7 8 9 11 50. അത് ഡെസിമൽ നമ്പർ ആദ്യത്തെ കോളത്തിൽ എഴുതാം. രണ്ടാമത്തെ കോളത്തിൽ അതിന്റെ ബൈനറി ഈക്വൽ ടു ബൈനറി, ഇതിന്റെ ഈക്വൽ ടു ബൈനറി 4 ബിറ്റിന്റെ ബൈനറി ആയിട്ട് എഴുതാം. 4 ബിറ്റ് ബൈനറി 0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 0 0 0 0. 1 എന്ന് പറയുമ്പോൾ 0 0 0 1. 3 എന്ന് പറയുന്നത് 0 0 2 1 3. അതേപോലെ 7 എന്ന് പറയുമ്പോൾ 0 4 7. 8 എന്ന് പറയുമ്പോൾ 1 0 0 0. 9 എന്ന് പറയുമ്പോൾ 1 0 0 1. 11 എന്ന് പറയുമ്പോൾ നമുക്ക് 1 0 1 1. 50 എന്ന് പറയുമ്പോൾ 1 ആയിരിക്കും. എന്നാൽ നമുക്ക് അതിനെ ബൈനറി രൂപത്തിലേക്ക് എഴുതാൻ പറ്റും. പിന്നെ ഇതിന്റെ മിൻടേം എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയാൽ മിൻടേം നമ്മൾ പഠിച്ചിട്ടില്ല. മിൻടേം നമുക്കിവിടെ സ്മോൾ എം ആണ് മിൻടേം എന്ന് പറയുന്നത്. മാക്സ് ടേം എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എം ആയിരിക്കും മാക്സ് ടേം. മിൻടേം എന്ന് പറയുമ്പോൾ സ്മോൾ എം ആയിരിക്കും. അപ്പൊ ഈ എം വെച്ചിട്ട് ഈ ടേമുകളൂടെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മിൻടേം ആണ് നമുക്ക് വേണ്ടത്. മിൻടേം എന്ന് പറയുമ്പോൾ ഹെഡിങ് കൊടുത്തിട്ട് എന്ത് എഴുതണം? ഇവിടെ 0 അല്ലേ? അപ്പൊ എമ്മിന്റെ കൂടെ 0 M0. എം ഇവിടെ 1 ആണ്, അതുകൊണ്ട് M1. ഇവിടെ 3 ആയതുകൊണ്ട് M3 M7 M8 M9 M11 M50. ഇങ്ങനെ നമുക്ക് ഒരു ടേബിളിന്റെ രൂപത്തിൽ
ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതുപോലെ ആയിരുന്നു. എഫ് ഓഫ് എ ബി സി ഡി 4 ടേമുള്ള എഫ് ഓഫ് എ ബി സി ഡിയിൽ 4 ഡിജിറ്റ് ആയിരുന്നു. അപ്പൊ ഇവിടെ അതുകൊണ്ടാണ് ഈ 4 ഇവിടെ എ ബി സി ഡി 4 ഉള്ളത് കൊണ്ട് നമ്മൾ 4 ഡിജിറ്റ് ഫോർമുലയിലേക്ക് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ക്ലിയർ ആണത്? ക്ലിയർ. അപ്പൊ നമുക്ക് ഇതിനെ ടേബിൾ ഫോർമുല ഇതുപോലെ ഫസ്റ്റ് ടേബിൾ തന്നിരിക്കുന്ന ഇത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന പറയാം. സെക്കൻഡ് നമുക്ക് അറേഞ്ച് ദ മിൻ ടൈം എപ്പോഴും നമ്പർ ഓഫ് വൺസുകൾ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന നടക്കും. അപ്പൊ മിൻ ടൈമില് എത്ര വണ്ണുകൾ ഉണ്ട് അതെങ്ങനെ അടയാളപ്പെടുത്താൻ പറ്റുന്നതാണ് അടുത്ത ടേം വരുന്നത്. അതെങ്ങനെ അടയാളപ്പെടുത്തുന്നത് ഇതുപോലെ ഫസ്റ്റത്തെ കേസിൽ എ ബി സി ഉണ്ട്. ബൈനറി ടേം എ ബി സി ഇവിടെ 0 0 ഇവിടെ 1 ഇല്ലാത്തതുകൊണ്ട് 0 0 വന്നു. ഇവിടെ 1 വരുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? 0യും 1 ആയിട്ട് ഒരു കോളം കൂടി നമ്മൾ ഇതിനുള്ളിൽ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ആദ്യം ആദ്യത്തെ കോളത്തിൽ ഇപ്പൊ നമുക്ക് 1 ആണ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മൊത്തം 0 വരുന്നു. ഇവിടെ മൊത്തം 0 വരുന്നു. അതുകൊണ്ട് ഇതൊക്കെ 0 കൊടുക്കുക. 1ന്റെ സ്ഥാനത്ത് 0 0 0 1 വരും. അതുപോലെ 8 ആണ് റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 8 ആണ് റെപ്രസെന്റ് ചെയ്യണമെന്ന് നോക്കിയേ. 8 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ആദ്യത്തെ കോളത്തില് 1 വരും. ബാക്കിയുള്ള കോളത്തിലൊക്കെ എന്ത് വരും? 0 വരും. 0 0 ഇങ്ങനെ കൊടുക്കുക. 3 ആണ് അങ്ങനെ ഓരോന്നും ഇതുപോലെ ഓരോന്നും ഓരോ സെല്ലിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലായില്ല. സാധാ ഈ കൊടുക്കുന്ന വാല്യൂസ് ഇല്ലേ ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പായിട്ട് ആദ്യത്തെ വാല്യൂ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ കോളം ഈ 0 1 2 3 ഓർഡർ കൊടുക്കുക. 0 1 2 3 4 എന്നുള്ള ഓർഡർ വരും. രണ്ടാമത്തെ ഗ്രൂപ്പിൽ മിൻ ടേം അതായത് നമ്മളുടെ 0യും ഇവിടെ നമുക്ക് കൊടുക്കുന്ന നമ്പർ 0 1 3 7 8 ഇതിന്റെ ആ ഓർഡറിൽ റെപ്രസെന്റ് ചെയ്യാം. പിന്നെ അതിനെ ബൈനറിലേക്ക് കൊടുക്കുക. ബൈനറിൽ എന്ന് പറയുമ്പോൾ ഈ എഴുതിയ ടേം തന്നെ 1ന്റെ 0ന്റെ നേരെ 0 0 കൊടുക്കുക. 1ന്റെ നേരെ 1 1 കൊടുക്കുക. 8 ആകുമ്പോൾ ഇങ്ങനെ വരും. അങ്ങനെ ആ ഓർഡറിൽ എഴുതി കൊടുക്കുന്ന ഒരു ടേം. അപ്പൊ ഇതും ഒരു ടേബിൾ തന്നെയാണ്. നേരത്തെ എഴുതിയതും ഒരു ടേബിളാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഗ്രൂപ്പ് കൊടുത്തു. പിന്നെ മിൻ ടേം എന്ന് പറഞ്ഞിട്ട് 0യും 1 നമ്മൾ തന്നിരുന്ന നമ്പേഴ്സുകൾ ആ ഓർഡറിൽ കൊടുത്തു. പിന്നെ നമുക്ക് ബൈനറി ടേം എന്താണോ ആ ടേം എഴുതിയത്. ഇവിടെ മിൻ ടേം ഇപ്പുറത്ത് ചെയ്തിട്ട് മിന്നിന്റെ ടേമുകളാണോ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരം ഈ 0യും 1ഉം 3 ആ ടേബിൾ അതായിട്ട് ഇവിടെ ഫസ്റ്റ് ഇവിടെ ഒരു കോളം സെറ്റ് ചെയ്യാം. അതാണ് മിൻ ടേം കോളം. പിന്നെ നമുക്ക് അതിന്റെ 0 1 8 എങ്ങനെ വന്നേ? അത് ഇതിന്റെ ഓർഡർ അനുസരിച്ച് ഈ ഓർഡർ ഇതിന് അനുസരിച്ച് കൊടുത്താൽ മതി. ഈ ഓർഡർ അനുസരിച്ച് 0 1 3 7 അങ്ങനെ എഴുതാൻ പറ്റില്ലേ? ഏത് ഓർഡറിലും എഴുതാം. മിൻ ടേമിന്റെ ഓർഡറിൽ എഴുതി ടേബിൾ ആക്കണം അല്ലേ? ടേബിൾ ആക്കാം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്സ്. അതിനുശേഷം കമ്പയർ ചെയ്യണം. മിൻ ടേമിന്റെ ഗ്രൂപ്പ് ആക്കിയിട്ട് n ടേമുകൾ ഈച്ച് മിൻ ടേമിനെയും ഗ്രൂപ്പ് ചെയ്ത് n+1 ആൻഡ് ഐഡന്റിഫൈ ദി മാക്സിമം പെയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ഏതൊക്കെ പെയറുകൾ മാച്ച് ആവും എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം പറയുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം പറയാം. ഈ രണ്ട് സ്റ്റെപ്പ് ഇനി 4 സ്റ്റെപ്സ് ഉണ്ട്. 4 സ്റ്റെപ്സിലോ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഈ 2 സ്റ്റെപ്പ് ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്ന ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ 4 ഡിജിറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ബൈനറി 4 ബിറ്റ് എടുത്തേക്കണത്. ഇതിൽ ഏതൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. സിഗ്മ എം 0യും 1ഉം 3യും 7ഉം 8 9 11 15 അതാണ് നമ്മുടെ ഈ ഓർഡർ വന്നിരിക്കുന്നത്. ആ നമ്പേഴ്സ് അങ്ങനെ തന്നെ എഴുതി. പിന്നെ ഇതിന്റെ ബൈനറി എഴുതി. ഇതിന്റെ മിനിറ്റ് എന്ന് പറയുമ്പോൾ എംഒ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് എം വെച്ചിട്ട് എഴുതി. ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്താണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്സ്. സെക്കൻഡ് സ്റ്റെപ്സിൽ അതിന് വീണ്ടും ആദ്യം 0 1 2 3 എന്ന ഓർഡറിൽ എഴുതി. എന്നിട്ട് അതിന്റെ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകൾ ആ ഓർഡർ എഴുതി. പിന്നെ നമുക്ക് ഇതിന്റെ ബൈനറി ഡിജിറ്റ് ഓരോന്നും സെപ്പറേറ്റ് ചെയ്തു. 2 ടേബിളുടെ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത ഈ 2 ടേബിൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ അടുത്ത ദിവസം അടുത്ത 2 ടേബിളും കിട്ടുമ്പോൾ നമുക്കത് കൺഫ്യൂഷൻ ഇല്ലാണ്ട് പോകും. അടുത്ത ദിവസം ആ ടേബിൾ പറയാം. പിന്നെ ആദ്യം സം ടേമും പോപ്പ് ടേമും കൂടി പറഞ്ഞിട്ട് ഇതിലേക്ക് എത്തുമ്പോൾ അതൊന്നും കൂടി ക്ലിയർ ആവും. പിന്നെ ഒരു സിംപ്ലിഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും കൂടി വരണം. അപ്പോൾ ഇത് മൊത്തം ക്ലിയർ ആവും. ഇന്നെടുത്ത ഭാഗം ക്ലിയർ ആണല്ലോ? ക്ലിയർ. ഇത്രയും മതി. പറഞ്ഞു കഴിഞ്ഞത് നാളേക്ക് ആയ റൂൾസുകൾ ശരിക്കും നോക്കിയിട്ട് വരാം. അതുപോലെ ലോസുകൾ ബൂളിയൻ ലോസുകളും റൂൾസുകളും നോക്കാം. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരാം. ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ? ലീവ് ചെയ്തോ. നോട്ടിന് കഴിഞ്ഞിട്ട് ഒരുമിച്ച് അയച്ചു. ഓക്കെ.
ലീവ് ആവട്ടെ മിസ്. ആ ലീവ്